ഓക്കെ, അപ്പം നമ്മളിന്ന് മാർക്ക് കപ്ലിംഗ് ആണ് വരയ്ക്കുന്ന നോക്കാൻ പോകുന്നത്. അപ്പം നോക്കി ഓട്ടോ കാഡ് എടുക്കുക. അപ്പം നമ്മൾ ഓട്ടോ കാഡ് എടുത്തതിന് ശേഷം നമ്മൾ മെയിൻലി 3 കാര്യങ്ങളാണ് ഡ്രോയിങ് വരയ്ക്ക് മുന്നേ ചെയ്യേണ്ടത്. ഓക്കെ, മൂന്നല്ല 2 കാര്യങ്ങൾ. ഫസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ നമ്മുടെ യൂണിറ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ, യൂണിറ്റ് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലിമിറ്റ് സെറ്റ് ചെയ്യുക. നമ്മുടെ ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്യണം. അപ്പം അത് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്താണ് നമ്മൾ ഡ്രോയിങ്ങിലേക്ക് പോവേണ്ടത്. അപ്പൊ നോക്കിയേ, നമുക്ക് ആദ്യം യൂണിറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, വീഡിയോ തുടങ്ങും മുന്നേ ഞാനിപ്പം എന്ത് ചെയ്താലും ഇപ്പൊ കീബോർഡ് ബട്ടൺസ് ഞാൻ പലതും ഉപയോഗിക്കുന്നുണ്ടാവും. ആ കീബോർഡ് ബട്ടൺ ഏതാണെന്ന് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടാവും. ഈ സ്ക്രീനിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് നോക്കുക. അതായത് ഞാൻ ചിലപ്പോൾ പറയാൻ വിട്ടുപോകും ഏത് കീ ആണ് ഞാൻ കീബോർഡിൽ പ്രസ് ചെയ്തതെന്ന്. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ കീബോർഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് യൂണിറ്റ് സെറ്റ് ചെയ്യുന്നതിലേക്ക് പോവാം. അപ്പൊ യൂണിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കി ഓട്ടോ കാഡിനകത്ത് ഇവിടെ മുകളിൽ ഒരു എ എന്നൊരു സിമ്പിൾ ഉണ്ടാവും. നിങ്ങൾ 2019 വെർഷനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് 2023 വെർഷനാണ്. 2019 വെർഷനാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു എ എന്നൊരു ലെറ്റർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇവിടെ ഡ്രോയിങ് യൂണിറ്റ് ലിസ്റ്റ് കയറുക. അതിനുശേഷം യൂണിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ കണ്ടോ യൂണിറ്റ്, ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈപ്പ് ഡെസിമൽ തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യുക. പ്രിസിഷൻ നോക്കിയേ, പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 0.0000 എന്നുള്ള ഇതാണ്. അപ്പൊ നമുക്ക് ഇത്രയും ഹൈ പ്രിസിഷന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പ്രിസിഷൻ എത്ര മതി നമുക്ക് നോക്കി, ഇവിടെ ഡയമെൻഷൻ കൊടുക്കാൻ 2.5 മില്ലിമീറ്റർ ഒക്കെ ഉള്ളൂ. അതിനേക്കാളും ഹയർ പ്രിസിഷൻ നമുക്ക് ഇതിനകത്ത് ഇല്ല ഈ ഒരു ഫിഗറിനകത്ത്. ഓക്കെ, വരയ്ക്കാൻ നമുക്ക് ഡ്രോയിങ്ങിൽ അത് കാണിക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ ഇത്രയും ഹൈ പ്രിസിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 0.0 വരെ മതി നമുക്ക് എന്താണ് പ്രിസിഷൻ എന്ന് പറഞ്ഞ സാധനം. അപ്പൊ നമ്മളിവിടെ ഡയറക്ട്ലി ഡ്രോപ്പ് ഡൗൺ ആക്കി 0.0 ആക്കുക. ഓക്കെ, 2.52 2.53 അങ്ങനത്തെ വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് 0.00 ആക്കിയാണ്. നമുക്കിപ്പോൾ അങ്ങനത്തെ വാല്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രിസിഷൻ 0 സെറ്റ് ചെയ്യാം. എന്നിട്ട് യൂണിറ്റ് നിങ്ങൾ ഇവിടെ മില്ലിമീറ്റർ സെറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതിപ്പോ ഇവിടെ എന്റെ സിസ്റ്റത്തിൽ മില്ലിമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നാളെ ലാബിൽ ഇരിക്കുമ്പോൾ അവിടെ മില്ലിമീറ്റേഴ്സ് കാണിക്കണം നിർബന്ധമില്ല, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഇവിടെ ഇഞ്ച് ആയിരിക്കും കിടപ്പിട്ടുണ്ടാവുക. അങ്ങനെ മാറ്റി ഇതിനെ മില്ലിമീറ്റർ ആക്കാം. ബാക്കി ആംഗിളിന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി അത് ഡെസിമൽ തന്നെയാണ്, പ്രിസിഷൻ 0 തന്നെയാണ്, അതിൽ മാറ്റേണ്ട ആവശ്യം നമുക്കില്ല. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്തു, നമ്മൾ യൂണിറ്റ് മില്ലിമീറ്റർ ആയിട്ട് സെറ്റ് ചെയ്തു, പ്രിസിഷൻ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് സെറ്റ് ചെയ്യണം. ഈ ലിമിറ്റ് സെറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. നമ്മൾ എന്താണ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് വേണ്ടി നാളെ താഴത്തെ കമാൻഡ് ബാറിലേക്ക് വരിക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ലിമിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. കണ്ടോ, ലിമിറ്റ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടി. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ചോദിക്കും സ്പെസിഫൈ ദി ലോവർ ലെഫ്റ്റ് കോർണർ. അതായത് നമ്മുടെ ഡ്രോയിങ് ഷീറ്റിന്റെ, നമുക്കറിയാം ഡ്രോയിങ് ഷീറ്റ് ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള സാധനം, അതിന്റെ ലോവർ ലെഫ്റ്റ് കോർണറിൽ സ്പെസിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ അത് എത്രയാണ്, 0,0 ആണ് കൊടുക്കുക, 0,0. ഓക്കെ, ഇനി അപ്പർ ലെഫ്റ്റ് കോർണർ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് എന്നത് 420 mm ലെങ്ത്തും ഹൈറ്റ് 297 ആണ്. അപ്പൊ നമ്മൾ 420,297 കൊടുക്കുക. ഇനി നിങ്ങൾ ഓർത്ത് വെക്കണം, മറന്നുപോലെ. ഓക്കെ, ഡ്രോയിങ് ഷീറ്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് അതിനകത്ത് എൻട്രി ചെയ്തിടാൻ പറ്റത്തുള്ളൂ. എൻട്രി കൊടുക്കുക. അപ്പൊ നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ലിമിറ്റ് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ലെയർ സെറ്റ് ചെയ്യുക. എന്തിനാ ലെയർ സെറ്റ് ചെയ്യണത് നോക്കി, നമ്മൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ടൈപ്പ് ഓഫ് ലൈൻസ് ഉള്ളത്. ഇവിടെ കണ്ടിന്യൂസ് ലൈൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതാ ഹിഡൻ ലൈൻസ് ഉണ്ട്, ഇവിടെ കണ്ടോ ഹിഡൻ ലൈൻസ്, ഉള്ളിൽ നമുക്ക് ഹിഡൻ ലൈൻസ് ഉണ്ട്. പിന്നെ സെന്റർ ലൈൻ, അങ്ങനെ 3 ടൈപ്പ് ഓഫ് ലൈൻ ആണ് നമ്മൾ ഇതിനകത്ത് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടൈപ്പ് ഓഫ് ലൈനിനെയും ഓരോ ലെയർ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഓരോ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ലൈൻ ആണ് വേണ്ടത്, അപ്പൊ നമ്മൾ ആ ലെയർ സെലക്ട് ചെയ്യുക, അങ്ങ് വരയ്ക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം, നമുക്ക് ലെയർ സെലക്ട് ചെയ്യാനായിട്ട് ഓക്കെ നിങ്ങൾ നോക്കുമ്പോൾ സ്ക്രീൻ ഫുൾ ആക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലെയർ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഈ ഒരു വിൻഡോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രോയിങ് ടൂൾസ്. നമുക്ക് വരയ്ക്കാൻ ആവശ്യമുള്ള ടൂൾസ് എല്ലാം ഇവിടെ ഉണ്ടാവുക. വരച്ചതിന് നമ്മൾ മോഡിഫൈൻ ടൂൾസ് ഉണ്ട്. എന്തെങ്കിലും നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് അനോട്ടേഷൻ ടൂൾസ് ഉണ്ട്. പിന്നെ ലെയർ ടൂൾസ്, ഇവിടെ നമ്മൾ ലെയർ ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് 3 ലെയറാണ് വേണ്ടത്, കണ്ടിന്യൂസ് ലൈനിന്റെ ലെയർ, ഹിഡൻ ലൈനിന്റെ ലെയർ, കൂടാതെ സെൻട്രൽ ലൈനിന്റെ ലെയർ. ഈ 3 ടൈപ്പ് ഓഫ് ലെയർ ആണ് വേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ലെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലെയർ പ്രോപ്പർട്ടീസ് കയറുക. അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഓക്കെ, ഇതിനകത്ത്
നോക്കിയേ ഫസ്റ്റ് ഡിഫോൾട്ട് ആയിട്ട് ഒരു ലെയർ കിടപ്പുണ്ട്. എന്തിനാണ്? കണ്ടിന്യൂസ് ലൈനിന്റെ ലെയർ അവിടെ കിടപ്പുണ്ട്. കണ്ടായിരുന്നോ? കണ്ടിന്യൂസ് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 2 ലെയർ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. എല്ലാ കമ്പ്യൂട്ടറിനകത്തും അല്ലെങ്കിൽ ഓട്ടോകാഡ് നിങ്ങൾ ഏത് ഓപ്പൺ ചെയ്താലും ഡിഫോൾട്ട് ആയിട്ട് ഈ ഒരു ലൈൻ ടൈപ്പ് കൂടെ കിടപ്പിട്ടുണ്ടാവും. ഓക്കെ, കണ്ടിന്യൂസ് ലൈൻ കിടപ്പുണ്ടാവും. അപ്പൊ നമുക്ക് അഡീഷണലി ഹിഡൻ ലൈനും സെൻട്രൽ ലൈനും മാത്രം നമ്മൾ ലെയർ ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ ലെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതുണ്ടോ, ഇവിടെ ന്യൂ ലെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇത് വരും, ലെയർ 1 എന്നൊരു പേര് വരും. നമുക്ക് ആ പേര് നമുക്ക് മാറ്റി നമുക്ക് ഇഷ്ടമുള്ളവർക്ക്, അപ്പൊ സെൻട്രൽ ലൈൻ ആയിട്ട് നമ്മൾ സെന്റർ എന്ന് പേര് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കി, ഇവിടെ ലൈൻ ടൈപ്പ് ഇപ്പം കണ്ടിന്യൂസ് ആണ്, അതിനെ മാറ്റി നമ്മൾ സെന്റർ ആക്കണം. അവരെ കണ്ടിന്യൂസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ലോഡ് ബട്ടൺ ഞെക്കുക, ഇതിനകത്ത് നമ്മൾ സെന്റർ സെലക്ട് ചെയ്യാം. സെന്റർ കിടപ്പുണ്ട്, ഓക്കെ കൊടുക്കുക. ഇവിടെ മാറ്റി സെന്റർ ആക്കുക. ഇത് മാറ്റാൻ ശ്രദ്ധിക്കല്, നമ്മൾ അവിടെ സെന്റർ ആക്കിയെന്നുള്ളത് മാറത്തില്ല. ഇവിടെ നിന്ന് തിരിച്ച് സെന്റർ ആക്കിയിട്ട് വേണം ഓക്കെ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അത് സെന്റർ ലൈൻ. ഇനി നമുക്ക് അതിന്റെ ലൈനിന്റെ കളർ വേണമെങ്കിൽ നമ്മളത് മാറ്റാം. നമുക്ക് അതിനൊരു യെല്ലോ കളർ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് സെന്റർ ലൈൻ ക്രിയേറ്റ് ചെയ്ത് ഹിഡൻ ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഹിഡൻ്റെ പുതിയ ലെയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം ഹിഡൻ. ഓക്കെ, അതിനുശേഷം ഇവിടെ ലൈൻ ടൈപ്പ് ചെയ്ത് സെന്റർ ആയിട്ടാണ് അതിനെ മാറ്റി ഹിഡൻ ആക്കുക. ഓക്കെ, ലോഡ്, ഇതിനകത്ത് ഹിഡൻ നമ്മൾ സെർച്ച് ചെയ്യുക, ഹിഡൻ നടപ്പുണ്ട്. ഓക്കെ, ഓക്കെ, സെന്ററിൽ നിന്ന് മാറ്റി ഇങ്ങോട്ട് ഹിഡൻ ആക്കുക. ഇത് വിട്ടു പോലെ അല്ലെങ്കിൽ നമ്മൾ മാറത്തില്ല. ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ലൈൻ ടൈപ്പ് അത് ഹിഡൻ ആയിട്ടുണ്ട്. കളർ നമുക്ക് മാറ്റി ഒരു പച്ച കളർ കൊടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് കളർ ഇഷ്ടമുള്ള ചൂസ് ചെയ്യും, ഒരു കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് സെയിം കളർ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ 3 ടൈപ്പ് ഓഫ് ലൈനിന് നമ്മൾ 3 ലെയർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ലെയർ ചേഞ്ച് ചെയ്യാനായിട്ട് കണ്ടോ, നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത 3 ലെയർ കൂടെ കാണാൻ പറ്റും. നമ്മൾ കണ്ടിന്യൂസ് ആയി വരയ്ക്കണമെങ്കിൽ ഇത് 0 സെലക്ട് ചെയ്യുക, അങ്ങ് വരയ്ക്കുക. ഓക്കെ, സെൻട്രൽ ലൈൻ ആണെങ്കിൽ സെന്റർ സെലക്ട് ചെയ്യുക, അങ്ങ് വരയ്ക്കുക. ഹിഡൻ ലൈൻ ആണ് വരയ്ക്കാൻ പോകണമെങ്കിൽ നമ്മളിവിടെ ഹിഡൻ സെലക്ട് ചെയ്യാൻ വരച്ചാൽ മതി. അപ്പോൾ ആ ടൈപ്പ് ലൈൻ ടൈപ്പിലൊക്കെ ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഫിഗർ എടുക്കാം. ഓക്കെ, നമ്മൾ എടുക്കുക, നമ്മുടെ ഫിഗർ എടുക്കുക. ഈ ഫിഗർ ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു സെന്റർ ലൈൻ നമുക്ക് വരയ്ക്കാം. അപ്പൊ സെന്റർ ലൈൻ വരയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം ലെയർ കയറി നമ്മുടെ ലെയർ ഹിഡൻ ആക്കി മാറ്റി, സോറി സെന്റർ ലൈൻ ആക്കുക. സെന്റർ ലൈൻ വരയ്ക്കാൻ പറ്റുന്ന സെന്റർ ആക്കുക. ഓക്കെ, ഇനി നമുക്ക് നോർമലി സെന്റർ ലൈൻ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻഫിനിറ്റി ആണ്. അപ്പൊ അതുവേണ്ടി ഇൻഫിനിറ്റി ലൈൻ കിട്ടാനായിട്ട് നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഡ്രോയുടെ അവിടെ ഒരു ആരോ ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം അവിടെ ഒരു കൺസ്ട്രക്ഷൻ ലൈൻ എന്ന ഓപ്ഷൻ ഉണ്ടാവും, ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ വരച്ചാൽ നമുക്ക് ഇൻഫിനിറ്റി ലെങ്ത് ഉള്ള ലൈൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. മനസ്സിലാണല്ലോ? ഓക്കെ, അപ്പൊ ഞാനിത് സെലക്ട് ചെയ്തു. ഞാൻ വരയ്ക്കാൻ നോക്കണേ, ഇൻഫിനിറ്റി ലൈൻ ഉണ്ടോ? നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ലൈനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, സ്ക്രീൻ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. സൂം ഔട്ട് ചെയ്ത് സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അത് തന്നെ കാണാൻ പറ്റും. ഫുള്ള് ലെങ്ത് ഇൻഫിനിറ്റി ലൈൻ ലെങ്ത് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ സെന്റർ ലൈൻ വരയ്ക്കാം. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണേ, അപ്പൊ നമ്മൾ ഈ ലൈൻ സെന്റർ ലൈൻ വരയ്ക്കുമ്പോൾ, ഓക്കെ, ഞാനിവിടെ അങ്ങ് വരയ്ക്കുമ്പോൾ നമുക്ക് കണ്ടോ, ഇതിങ്ങനെ ചരിഞ്ഞു പോകാൻ ഒരു ഇൻക്ലൈൻ ലൈനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ, 180 അല്ലെങ്കിൽ ആ ആംഗിൾ സെറ്റ് ചെയ്ത് പക്കയായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഫിഗർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും ആണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും മാത്രം നമ്മൾ സ്ക്രീനിൽ കാണാനായിട്ട് ഇതിനകത്തൊരു മോഡ് ഉണ്ട്, ഓർത്തോ മോഡ്. അതെവിടെ കിടപ്പുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോകാഡിന്റെ ഏറ്റവും താഴെ ഒരു എൽ ഷേപ്പിൽ ഒരു സാധനം കിടപ്പുണ്ടാവും, ഓർത്തോ മോഡ്. ഇത് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇനി വരയ്ക്കുന്നത് എന്തും ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഞാൻ ലൈൻ എടുത്തു, ഓക്കെ, കൺസ്ട്രക്ഷൻ എടുത്തു, നോക്കി, ഓക്കെ, ഒന്നിൽ എനിക്ക് ഹൊറിസോണ്ടൽ ലൈൻ അല്ലെങ്കിൽ എനിക്ക് വെർട്ടിക്കൽ ലൈൻ, ഇതിനപ്പുറത്തേക്ക് ലൈൻ എനിക്ക് വരയ്ക്കുന്ന ഓപ്ഷൻ കിട്ടത്തില്ല. ഇനി ഓർത്തോ മോഡ് ഓഫ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എനിക്ക് വേറെ ടൈപ്പ് ഓഫ് ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ആ ഓർത്തോ മോഡ് ഓൺ ചെയ്യണം. എവിടെയെങ്കിലും എനിക്ക് ഇൻക്ലൈൻ ലൈൻസ് വരയ്ക്കേണ്ട ആവശ്യമാണ്, ആ സമയത്ത് മാത്രം ഞാൻ ഓർത്തോ മോഡ് ഓഫ് ചെയ്തിട്ട് അങ്ങ് വരയ്ക്കും. അപ്പൊ നമുക്ക് സെന്റർ ലൈൻ വരയ്ക്കാം. സെന്റർ ലൈൻ ഞാൻ വരച്ചു. ഓക്കെ, വരച്ചു, ഫസ്റ്റ് സെന്റർ ലൈൻ വരച്ചു. ഇനി നോക്കിക്കോണേ, നമുക്ക് അടുത്താണ്ട് ഈ ഒരു ലൈൻ വരയ്ക്കാം, ഈ ഒരു റെക്ടാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ആ റെക്ടാങ്കിളിലെ ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് എത്ര നോക്കാം. ഓക്കെ, ഇത് തൊട്ട് ഇതുവരെ 65. ഓക്കെ, അതേപടി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരെ 65 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
ഈ ഒരു ലെങ്ത്, ഈ നടുക്കത്തെ നമ്മൾ ഈ ഓവർലാപ്പ് ചെയ്തിട്ട് ഈ ലെയർ എന്ന് പറയുന്നത് ലെങ്ത് 24 എന്ന് പറഞ്ഞുണ്ട്. അപ്പം ഇതുകൊണ്ട് ഇതൊരു എത്രയായിരിക്കും? 65 മൈനസ് 24. 65 മൈനസ് 24 എത്രയാണ്? 41. ഓക്കെ, അപ്പം ഇത്രയും ഡിസ്റ്റൻസ് 41ഉം ഇത്രയും ഡിസ്റ്റൻസ് 65. അപ്പം 41 പ്ലസ് 65 തരും 106 mm ആണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത്. അതായത് ഈ ലൈനിന്റെ ലെങ്ത് എന്നത് 106 mm. ഈ ഹൈറ്റ് ഇവിടെ കിടപ്പുണ്ട്, അത് അടപ്പുണ്ട്. ഇതിന്റെ ഹൈറ്റ് 530 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതിന്റെ ഡയമീറ്റർ, ഈ റോഡിന്റെ ഡയമീറ്റർ 30 mm എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ 5 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതായത് ഇതിന്റെ ഈ ഹൈറ്റ് എന്നുള്ളത് എത്രയാണ്? 30 mm. അപ്പൊ ലെങ്ത് 106 mm, ഹൈറ്റ് എത്രയാണ്? 30 mm ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ലൈൻ വരയ്ക്കാം. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സാധനം വരയ്ക്കുന്നത് നോക്കാം. അപ്പൊ ലൈൻ എടുക്കാം. ഓക്കെ, ലൈൻ എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇതിന്റെ മണ്ടേ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് അത് ലൈൻ മാത്രം എടുത്താൽ പോരാ, ലെയറിൽ കയറി നമ്മൾ സെന്റർ മാറ്റി എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആക്കി. ഓക്കെ, ഇനി ലൈൻ എടുക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ വേണം ഇവിടെ എടുത്തു. ഓക്കെ, ലൈനിന്റെ ലെങ്ത് എത്രയാണ്? 106 അല്ലേ? അപ്പൊ 106 കൊടുക്കുക. കീബോർഡിൽ ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് എന്റർ ബട്ടൺ വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 106 mm ലെങ്ത്തുള്ള ലൈൻ കിട്ടി. ഇനി നമുക്ക് ഇതാണ് ഈ വരച്ച കാര്യങ്ങൾ. നമുക്ക് ഇനി നോക്കി കഴിഞ്ഞാൽ ഈ മൗസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻസ് ഇനിയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മൗസ് പോയിന്റ് നീക്കുന്നതനുസരിച്ച് നമുക്കത് മാറ്റാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇഷ്യൂ വരുമ്പോൾ ഡയറക്റ്റ് അല്ലെങ്കിൽ എസ്കേപ്പ് ബട്ടൺ വെക്കാം, നമുക്ക് പൊക്കോളും. ഓക്കെ, നമ്മൾ ഈ വരച്ച 106 mm ലെങ്ത് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 106 mm ലൈനുള്ള ലെങ്ത് എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ ഇറങ്ങുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകും. എത്ര ഡിസ്റ്റൻസ് മുകളിലേക്ക് കൊണ്ടുപോകും? ഈ 30/2, അതായത് നമ്മുടെ ടോട്ടൽ ഹൈറ്റ് 30 ആണ്. അപ്പൊ 30 ഡിവൈഡ് ബൈ 2, 15 mm മുകളിലേക്ക് കൊണ്ടുപോകും, 15 mm താഴേക്ക് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് ഈ മുകളിലത്തെ ലൈനും കിട്ടും, താഴത്തെ ലൈനും കിട്ടും. അപ്പൊ ഈ ലൈനിന്റെ കോപ്പി ഞാൻ എന്ത് ചെയ്യും? മുകളിലേക്ക് 15 mm കൊണ്ടുപോകും, അതേപോലെ താഴേക്ക് 15 mm കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ഇതിന്റെ ലൈനിന്റെ കോപ്പി നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് മാറ്റി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് വിച്ച് ഇസ് കോൾഡ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് ഇവിടെ കിടക്കുന്നു, കണ്ടായിരുന്നോ? ഓഫ്സെറ്റ്. അപ്പൊ ഓഫ്സെറ്റ് ക്ലിക്ക് ചെയ്യാതെ, ഓഫ്സെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദിക്കും എത്രയാണ് ഡിസ്റ്റൻസ്. നിങ്ങൾ ഒന്നും വേണ്ട, ജസ്റ്റ് കീബോർഡിൽ അങ്ങ് ടൈപ്പ് ചെയ്താൽ മാത്രമേ വേറെ ക്ലിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി ആ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എത്രയാണ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താണ് ഈ ലൈൻ എത്ര ഡിസ്റ്റൻസ് മുകളിലേക്ക് കൊണ്ടുപോകണം? 15 mm മുകളിലേക്ക് കൊണ്ടുപോകണം അല്ലെ? 15 ടൈപ്പ് ചെയ്യാം, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് എന്റർ ബട്ടൺ നിൽക്കാം. എന്നിട്ട് ഏത് ലൈനാണോ നമ്മൾ ഓഫ്സെറ്റ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുക, മുകളിലേക്ക് വയ്ക്കുമ്പോൾ അത് മുകളിലേക്ക് താഴെ 15 പോയിട്ടുണ്ടാവും. ഇനി അത് താഴേക്ക് എടുക്കുമ്പോൾ അത് താഴേക്ക് 15 പോയിട്ടുണ്ടാവും. മനസ്സിലാവണല്ലോ? നമ്മൾ ആ ലൈനിന്റെ ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇനി നടുക്കത്തെ ലൈൻ ആവശ്യമില്ലല്ലോ, നമ്മൾ അത് ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ നടുക്കത്തെ ലൈൻ ക്രിയേറ്റ് ചെയ്തത്. എസ്കേപ്പ് ബട്ടൺ വെക്കുക, ഈ ലൈനെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ എവിടെയും ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാനായിട്ട് ലൈൻ എടുക്കുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് 30 mm ഹൈറ്റ്. ഓക്കെ, ഇവിടെ ഇവിടെ ഓക്കെ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഈ ഒരു റെക്ടാങ്കിൾ എനിക്ക് വരയ്ക്കാൻ പറ്റും. മനസ്സിലാവണല്ലോ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ മുകളിലുള്ള ഈ ഒരു ഭാഗവും ഈ താഴെയുള്ള ഈ ഒരു ഭാഗവും നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പൊ വരയ്ക്കാനായിട്ട് നമുക്ക് ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, എങ്ങനെയാ നമ്മൾ വരയ്ക്കുക? ആദ്യം നമുക്ക് ഈ ലെങ്ത് എത്ര നോക്കാം. ഈ ലെങ്ത് എത്ര നോക്കിയേ? ഈ ലെങ്ത് എത്ര നോക്കിയേ? 84 mm. കണ്ടോ? ഓ, അവിടെ കിടപ്പുണ്ട് 84 mm. അതായത് ഈ ലൈനിന്റെ ലെങ്ത് 84 mm ആണ്. ഓക്കെ, ഇനി ഡയമീറ്റർ കിടപ്പുണ്ട് 61. കണ്ടോ? 561. അതായത് ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്നുള്ളത് 61. അപ്പൊ 61 ആണ് ഇതിന്റെ ടോട്ടൽ ഹൈറ്റ്. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വിച്ച് ഈസ് 84. അപ്പൊ 84 into 61 ആണ് നമുക്ക് ഈ സാധനം. മനസ്സിലാവല്ലോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ആദ്യം ഇതിനകത്ത് 84 mm ലെങ്ത് ഉള്ള ഒരു ലൈൻ നടുക്ക് വരയ്ക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ആ നേരെ ഡയമീറ്റർ 61 അല്ലേ? അപ്പൊ 61 ഡിവൈഡ് ബൈ 2, സോറി, ഓക്കെ. അപ്പം നമുക്കറിയാം ഡയമീറ്റർ 61 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ 84 mm ലെങ്ത് ഉള്ള ലൈൻ വരയ്ക്കുക. അതിനെ 64/2 താഴേക്ക് പോകും. 61/2 മുകളിലേക്ക് കൊണ്ടുപോവാ. പിന്നെ നേരെ മുകളിൽ കൊണ്ടുപോകാം. അതേപോലെ 61/2 താഴേക്ക് വരുമ്പോൾ നമുക്ക് ഈ ലൈനും കിട്ടും, ഈ ലൈനും കിട്ടും. അപ്പൊ നമുക്ക് ഇതേപടി ഇവിടെ ഈ ലൈൻ വരയ്ക്കാം. ഓക്കെ, വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഓക്കെ, ഇതാ ഇതിന്റെ മിഡ് പോയിന്റിലാണ് നമുക്ക് ഈ ലൈൻ വരയ്ക്കേണ്ടത് അല്ലേ? ഈ ലൈനിന്റെ മിഡ് പോയിന്റ്. അപ്പൊ നോക്കണേ എങ്ങനെ നമുക്ക് അതിന്റെ മിഡ് പോയിന്റ് കിട്ടും നമുക്ക് നോക്കാം. ഓക്കെ, നോക്കി ഇതിന്റെ മിഡ് പോയിന്റ് കിട്ടാനായിട്ട് ഈ ലൈനിന്റെ മിഡ് പോയിന്റ്,
ഇതാണ് എന്റെ ലൈനിന്റെ